ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് മമ്മൂട്ടി കമ്പനി ഒഫീഷ്യലായി ടർബോയുടെ കളക്ഷൻ 70 കോടി കഴിഞ്ഞു എന്നുള്ള അപ്ഡേറ്റ് പുറത്തുവിട്ടത്. സ്വാഭാവികമായും GCCയിലെ കളക്ഷനാണ് നമ്മൾ മറ്റൊരു കാര്യമായി ഉറ്റുനോക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമായി സിനിമ നേടിയത് 11 ദിവസം കൊണ്ട് 31 കോടിയോളമായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് 14 ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കേരള കളക്ഷൻ മാത്രമായിട്ട് 33.5 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റാണ് നമുക്ക് വരുന്നത്. UAE GCCയിൽ നിന്ന് 13 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് റെക്കോർഡ് തുക തന്നെയാണ്. അതായത് കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നിരിക്കുന്നത് GCC രാജ്യങ്ങളിൽ നിന്നാണ്. ഇതിനോടകം തന്നെ UAE GCCയിൽ നിന്ന് ലഭ്യമായിരിക്കുന്നത് 15 കോടിക്ക് മുകളിലാണ്. UAE GCC അല്ല, UAEയിൽ നിന്ന് മാത്രമായി ലഭിച്ചിരിക്കുന്നത് 15 കോടിക്ക് മുകളിലാണ്. റെസ്റ്റ് ഓഫ് GCCയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് 12 കോടിയാണ്. അതായത് 27 കോടിക്ക് മുകളിൽ 27-27.5 കോടിയോളമാണ് സിനിമയുടെ കളക്ഷൻ UAE GCCയിൽ നിന്ന് മാത്രമായി വന്നിരിക്കുന്നത്. കേരളവും GCCയിൽ നിന്ന് മാത്രമായിട്ട് സിനിമ നേടിയിരിക്കുന്നത് ഏറെക്കുറെ 65-67 കോടിയോളമാണ് എന്നുള്ളതാണ്. 73 രാജ്യങ്ങളിലാണ് സിനിമ റിലീസ് ചെയ്തിരുന്നത്. പിന്നീടുള്ള ഏറ്റവും മികച്ച കളക്ഷൻ വന്നിരിക്കുന്നത് UK-യിൽ നിന്ന് ആണ് എന്നുള്ളതാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമയ്ക്ക് മികച്ച കളക്ഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. 5 കോടിയോളമാണ് സിനിമയ്ക്ക് കളക്ഷനായി വന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ സിനിമ 75 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത കൂടിയാണ്. ഈ വരുന്ന ആഴ്ചയോടെ സിനിമ 82 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതാണ്. മമ്മൂട്ടിയുടെ തന്നെ കരിയർ ബെസ്റ്റായ അല്ലെങ്കിൽ കരിയറിലെ മികച്ച ഒരു സിനിമയായ കണ്ണൂർ സ്ക്വാഡിൻ്റെ അടുത്തേക്ക് എത്തുന്നു. അതുപോലെ തന്നെ സമീപകാലത്ത് മോഹൻലാലിൻ്റെ വമ്പൻ വിജയമായിരുന്ന നേരിൻ്റെ കളക്ഷനും കടക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഭീഷ്മപർവം എന്ന സിനിമയുടെ കളക്ഷൻ കിടക്കണമെങ്കിൽ 92 കോടിയിലേക്ക് ഈ സിനിമ എത്തണം. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ എമൗണ്ടും അത് തന്നെയാണ് എന്ന് നമുക്കറിയാം. അത് വളരെ സിമ്പിളായി കിടക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. ഗ്രേ മീഡിയാസ്.